ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് റിവ്യൂ ചെയ്യുന്നത് ഫോർഡ് എക്കോസ്പോർട്ട് ആണ്. എക്കോസ്പോർട്ട് ഫോർഡിൻ്റെ ഒരു സബ് 4 മീറ്റർ കോമ്പാക്ട് SUV ആണ്. 2013 എക്കോസ്പോർട്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത്. ഇന്ത്യയിൽ ആദ്യം ഇറങ്ങിയ കോമ്പാക്ട് SUV റെനോ ഡസ്റ്റർ ആണെങ്കിലും ഇന്ത്യയിൽ ആദ്യത്തെ സബ് 4 മീറ്റർ കോമ്പാക്ട് SUV ഫോർഡ് എക്കോസ്പോർട്ട് ആണ്. അപ്പോൾ ഈ സെഗ്മെൻറ്റിന് തുടക്കം കുറിച്ചത് ഫോർഡ് എക്കോസ്പോർട്ട് ആണ്. 2013 ലോഞ്ച് ചെയ്യുന്ന സമയം തൊട്ട് എക്കോസ്പോർട്ടിന് ഒരു 1 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിൻ ഉണ്ടായിരുന്നു. ഇപ്പം 1 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിൻ ട്രെൻഡിങ് ആണെങ്കിലും ഇന്ത്യയിൽ ആദ്യമായിട്ട് 1 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിൻ അവതരിപ്പിച്ചത് ഫോർഡായിരുന്നു. ഇത് എക്കോസ്പോർട്ടിൻ്റെ BS6 പതിപ്പാണ്. നമ്മളിന്ന് റിവ്യൂ ചെയ്യുന്നത് എക്കോസ്പോർട്ടിൻ്റെ പെട്രോൾ മാനുവൽ ഫുൾ ഓപ്ഷൻ വേരിയൻ്റ് ആണ്, ടൈറ്റാനിയം S. എക്കോസ്പോർട്ട് ഇപ്പോൾ 2 എഞ്ചിൻ ഓപ്ഷൻസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്, 1.5 ലിറ്റർ പെട്രോളും 1.5 ലിറ്റർ ഡീസലും. അപ്പോൾ നമുക്ക് റിവ്യൂയിലേക്ക് കിടക്കാം. ഇതിൻ്റെ എക്സ്റ്റീരിയർ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ ഹൈ ബ്ലാക്ക് ഗ്ലോസ് ഫ്രണ്ട് ഗ്രില്ലാണ് വരുന്നത്. ഗ്രില്ലിൽ ബ്ലാക്ക് കളർ വരുന്നത് എസിന് മാത്രമാണ്. HID ഹെഡ് ലാംപ്സ് ആണ് വരുന്നത്. ഹെഡ് ലാംപ്സിൻ്റെ ബെസൽസ് ബ്ലാക്ക് കളറിൽ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. HID ഹെഡ് ലാംപ്സും ഈ ബ്ലാക്ക് പെയിൻറ്റിങ്ങും വരുന്നത് എസിന് മാത്രമാണ്. ഫോഗ് ലാമ്പിൻ്റെ ബെസൽസും ബ്ലാക്ക് പെയിൻറ്റഡ് ആണ്. 16 ഇഞ്ച് ഡയമണ്ട് കട്ട് അലോയ് വീൽസ് ആണ് എസിന് വരുന്നത്. ബ്ലാക്ക് റൂഫാണ്, റൂഫ് റെയിൽസും ബ്ലാക്ക് ആണ്. ഇത് രണ്ടും എസിന് മാത്രം വരുന്ന ഫീച്ചേഴ്സാണ്. സൺറൂഫ് കൊടുത്തിട്ടുണ്ട്. സൺറൂഫ് ഫുൾ ഓപ്ഷനും അതിന് താഴെയുള്ള ടൈറ്റാനിയം പ്ലസ് വേരിയൻറ്റും വരുന്നുണ്ട്. ബാക്കിലേക്ക് വരുമ്പോഴത്തേക്കും റിയർ വൈപ്പറുണ്ട്, വാഷറുണ്ട്, ഡിഫോഗറുണ്ട്, റിവേഴ്സ് ക്യാമറ ഉണ്ട്, റിയർ പാർക്കിംഗ് സെൻസേഴ്സും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇൻറ്റീരിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സാറ്റിൻ ഓറഞ്ച് ആൻഡ് ബ്ലാക്ക് ഫിനിഷാണ് ടൈറ്റാനിയം എസിൻ്റെ ഇൻറ്റീരിയറിന് കൊടുത്തിരിക്കുന്നത്. ഈ കളറ് എസിന് മാത്രം വരുന്നതാണ്. ഡോർ പാഡിൽ പവറിൻ്റെ സ്വിച്ചസും മിററിൻ്റെ കൺട്രോൾസും ഉണ്ട്. മിറേഴ്സ് ഇലക്ട്രിക്കലി ഫോൾഡബിൾ ആണ്. ഡ്രൈവർ സൈഡ് വിൻഡോ ഓൺ ടച്ച് അപ്പ് ആൻഡ് ഡൗൺ ആണ്. സീറ്റ്സ് ലെതറെഡ് സീറ്റ്സ് ആണ് വരുന്നത്. ലെതറെഡ് സീറ്റ്സ് വരുന്നതും എസിന് മാത്രമാണ്. അതിനകത്തും ഒരു ഓറഞ്ച് തീമാണ് സീറ്റ്സിന് കൊടുത്തിരിക്കുന്നത്. ഓറഞ്ച് സ്റ്റിച്ചിങ്ങും കൊടുത്തിട്ടുണ്ട്. ഡ്രൈവർ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആണ്. അലോയ് പെഡൽസ് ആണ് വരുന്നത്. ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസും ഹെഡ്ലൈറ്റ് ലെവലിങ്ങിനുള്ള ബട്ടൺസും ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഈ 2 പ്ലസ് മൈനസുള്ള സ്വിച്ച് എന്താണെന്ന് വെച്ചാൽ ഇൻസ്ട്രുമെൻസിൻ്റെയൊക്കെ ബ്രൈറ്റ്നസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാനാണ്. രാത്രി ഡ്രൈവിങ്ങിൽ ഡിസ്ട്രാക്ഷനൊക്കെ കുറയ്ക്കാൻ അത് ഉപകരിക്കും. നല്ലൊരു ഫീച്ചറാണ്. ഇതിൻ്റെ സ്റ്റിയറിങ് ഇലക്ട്രിക് പവർ സ്റ്റിയറിംഗ് ആണ് വരുന്നത്. ഇതിന് പുൾ ഡ്രിഫ്റ്റ് കോമ്പൻസേഷൻ എന്ന് പറയുന്നൊരു ഫീച്ചർ വരുന്നുണ്ട്. അതായത് നമ്മൾ സ്ട്രൈറ്റ് ആയിട്ടുള്ള റോഡിലേക്ക് പോകുമ്പോഴത്തേക്കും എന്തെങ്കിലും കട്ടറിലേക്ക് വീണ സ്റ്റിയറിംഗ് കിക്ക് ബാക്കൊക്കെ ഒഴിവാക്കാനും സ്റ്റിയറിംഗ് വെട്ടുന്നതൊക്കെ ഒഴിവാക്കാനും ഉള്ള ഫീച്ചറാണ് പുൾ ഡ്രിഫ്റ്റ് കോമ്പൻസേഷൻ. സ്റ്റിയറിംഗ് ടിൽറ്റ് ആൻഡ് ടെലിസ്കോപ്പിക് അഡ്ജസ്റ്റബിൾ ആണ്. സ്റ്റിയറിംഗിൽ ഓഡിയോ കൺട്രോൾസ് ഉണ്ട്, MID സ്ക്രീനിൻ്റെ കൺട്രോൾസ് ഉണ്ട്, ക്രൂയിസ് കൺട്രോളിൻ്റെ കൺട്രോൾസും ഉണ്ട്. ടൈറ്റാനിയം എസിന് സിങ്കിൻ്റെ 8 ഇഞ്ച് ഇൻഫോർടൈൻമെൻറ്റ് സ്ക്രീനാണ് വരുന്നത്. സിങ്ക് എന്ന് പറഞ്ഞാൽ ഫോർഡിൻ്റെ ഒരു സിസ്റ്റമാണ്. അതിൽ വോയിസ് കൺട്രോൾ വരുന്നുണ്ട്, ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ ഒക്കെ വരുന്നുണ്ട്. എൻഡവറിലും വരുന്ന സെയിം സിസ്റ്റമാണ് സിങ്ക് 3. എസിൽ മാത്രമാണ് 8 ഇഞ്ച് സ്ക്രീൻ വരുന്നത്. എസിന് താഴോട്ടുള്ള മോഡലുകളിലേക്ക് വരുന്നത് 9 ഇഞ്ച് സ്ക്രീനാണ്. അതിനകത്തൊന്നും ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ വരുന്നില്ല. എസിൻ്റെ സ്ക്രീനിന് മാത്രമാണ് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ വരുന്നത്. നല്ല റെസ്പോൺസീവ് ആയിട്ടുള്ള ടച്ച് സ്ക്രീനാണ് വരുന്നത്. പിന്നെ ഇതിൽ എമർജൻസി അസിസ്റ്റൻസ് വരുന്നത്. വണ്ടി ആക്സിഡൻറ്റിലെങ്ങാനും പെട്ട് കഴിഞ്ഞാൽ വണ്ടി തന്നെ റെസ്ക്യൂ ടീമിന് മെസ്സേജ് അയക്കും. അതായത് നമ്മുടെ കോർഡിനേറ്റ്സ് വെച്ചിട്ടുള്ള മെസ്സേജ് വണ്ടി അയക്കും. എമർജൻസി അസിസ്റ്റൻസും ടൈറ്റാനിയം എസിൽ മാത്രം വരുന്ന ഫീച്ചറാണ്. പിന്നെ ഇതിൽ വാലേ മോഡ് എന്ന് പറയുന്നൊരു ഫീച്ചർ വരുന്നുണ്ട്. അതായത് വണ്ടി നമ്മൾ പരിചയമില്ലാത്ത ആർക്കെങ്കിലും ഓടിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ, അതായത് വാലറ്റ് പാർക്കിംഗ് ഉള്ള സ്ഥലത്ത് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും അവർക്ക് നമ്മുടെ ഇൻഫർമേഷൻ ഒന്നും ആക്സസ് ചെയ്യാൻ പറ്റാതിരിക്കാൻ വേണ്ടി നമ്മുടെ സ്ക്രീൻ നമുക്ക് ലോക്ക് ചെയ്യും. അതായത് നമ്മുടെ അഡ്രസ് ബുക്കും ഒന്നും ആർക്കും ആക്സസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മൾ വന്ന് പാസ്വേഡ് അടിച്ച് തുറന്നാൽ മാത്രമേ സ്ക്രീൻ പിന്നെ വർക്ക് ചെയ്യൂ. ഇതാണ് വാലേ മോഡ്. പിന്നെ മാത്രമല്ല, നമുക്ക് ഇതിൽ ഫോർഡിൻ്റെ കണക്റ്റഡ് കാർ ടെക്കായ ഫോർഡ് പാസ് എന്ന് പറയുന്ന ആപ്പ് നമുക്ക് നമ്മുടെ ഫോണിൽ ഡൗൺലോഡ് ചെയ്യാം. എന്നിട്ട് ആ ആപ്പ് വഴി നമുക്ക് കാറുമായിട്ട് കണക്ട് ചെയ്യാം. നമ്മുടെ ഫോൺ കാറുമായിട്ട് കണക്ട് ചെയ്യാം. എന്നിട്ട് ഓട്ടോമാറ്റിക് മോഡൽസിലൊക്കെ ആണെങ്കിൽ നമുക്ക് സ്മാർട്ട് ഫോൺ വഴി തന്നെ കാർ സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമ്മുടെ ടയർ പ്രഷറൊക്കെ ചെക്ക് ചെയ്യാം, ഫ്യൂൽ ലെവൽ ചെക്ക് ചെയ്യാം, ഡിസ്റ്റൻസ് ടു MD എല്ലാം ചെക്ക് ചെയ്യാം. പിന്നെ ഇതിൻ്റെ മറ്റ് ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ കീലെസ് എൻട്രി വരുന്നുണ്ട്, പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളുള്ള AC ആണ് വരുന്നത്, 2 USB പോർട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു 12 വോൾട്ടിൻ്റെ ചാർജിങ് സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. 5 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ആണ് ഈ വണ്ടിക്ക് വരുന്നത്. ട്രാക്ഷൻ കൺട്രോളിൻ്റെ ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്.
സെൻറ്റർ കൺസോളിൽ 2 കപ്പ് ഹോൾഡേഴ്സും ആംറസ്റ്റിനകത്ത് സ്റ്റോറേജും വരുന്നുണ്ട്. ഗ്ലൗ ബോക്സിൻ്റെ മുകളിൽ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഗ്ലൗ ബോക്സിനകത്ത് ഇലുമിനേഷൻ ഉണ്ട്. ഗ്ലൗ ബോക്സ് കൂൾഡ് അല്ല. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അനലോഗ് സ്പീഡോമീറ്ററും അനലോഗ് ടാക്കോമീറ്ററും ഫ്യൂൽ ഗേജും ടെമ്പറേച്ചർ ഗേജുമാണ് അതിനകത്തുള്ളത്. പിന്നെ മധ്യത്തൊരു MID സ്ക്രീനും കൊടുത്തിട്ടുണ്ട്. MID സ്ക്രീനിനകത്ത് നമുക്ക് വണ്ടിയുടെ ഇൻഫർമേഷനൊക്കെ അറിയാൻ പറ്റും. ഡിസ്റ്റൻസ് ടു MT, ആവറേജ് മൈലേജ്, ആവറേജ് സ്പീഡ്, റിയൽ ടൈം മൈലേജ്, അതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇതിനകത്ത് ടയർ പ്രഷർ മോണിറ്ററിങ് വരുന്നുണ്ട്. ഈ ടൈറ്റാനിയം S വേരിയൻറ്റിൽ മാത്രമാണ് ഇത് വരുന്നത്. പിന്നെ മൈക്ക് കീ എന്ന് പറയുന്നൊരു ഫീച്ചർ വരുന്നുണ്ട്. അതായത് നമുക്ക് വണ്ടി മേടിക്കുമ്പോൾ 2 കീ ആണല്ലോ കിട്ടുന്നത്. അതിനകത്ത് ഒരു കീ അഡ്മിനിസ്ട്രേറ്റർ കീയും രണ്ടാമത്തെ കീ മൈക്ക് കീയും ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പം നമ്മളിപ്പം വേറൊരാളിന് വണ്ടി കൊടുത്ത് വിടുകയാണെങ്കിൽ മൈക്ക് കീയിൽ നമുക്ക് ഒരു നിശ്ചിത സ്പീഡിന് മുകളിൽ വണ്ടി പോകാൻ പാടില്ലാത്ത രീതിയിൽ സെറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റും വേണം. അപ്പോൾ അങ്ങനെയുള്ളൊരു സിസ്റ്റമാണ് മൈക്ക് കീ എന്ന് പറയുന്നത്. അതും ടൈറ്റാനിയം S-ന് മാത്രമാണ് വരുന്നത്. റിയർ പാർക്ക് പൈലറ്റ് ഓഫ് ചെയ്യാനുള്ള സിസ്റ്റം വരുന്നുണ്ട്. ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ് വരുന്നുണ്ട്. പിന്നെ ഇതിൽ ഇലക്ട്രോക്രോമിക് ഇൻസൈഡ് റിയർ വ്യൂ മിററാണ് വരുന്നത്. ഓട്ടോ ഡിമ്മിങ് ആയിട്ടുള്ള മിററാണ്. സൺഗ്ലാസ് ഹോൾഡർ വരുന്നുണ്ട്. ഇലക്ട്രിക് സൺറൂഫും വരുന്നുണ്ട്. ബാക്ക് സീറ്റിലേക്ക് വരുമ്പോൾ നല്ല സ്പേഷ്യസും കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റ്സാണ്. ഫ്രണ്ട് സീറ്റ്സിൻ്റെ ബാക്കിൽ അകത്തേക്കൊരു വളവുണ്ട്. അതുകൊണ്ട് നീ റൂമൊക്കെ നല്ല രീതിക്കുണ്ട് ബാക്ക് സീറ്റിൽ. പിന്നെ ഒരു സെൻറ്റർ ആംബ്രസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ആംബ്രസ്റ്റിൽ 2 കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട്. പിന്നെ ടൈറ്റാനിയം S വേരിയൻറ്റിൽ ഐസോഫിക്സ് ചൈൽഡ് സീറ്റ് മൗണ്ട്സ് വരുന്നുണ്ട്. ബാക്കിൽ AC വെൻസ് വരുന്നില്ല. 2 അഡ്ജസ്റ്റബിൾ റിയർ ഹെഡ് റെസ്റ്റ് ഉണ്ട്. പിന്നെ ഒരു 12 വോൾട്ടിൻ്റെ ചാർജിങ് സോക്കറ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് ഇലക്ട്രിക് ബൂട്ട് റിലീസാണ് വരുന്നത്. ടെയിൽ ലാമ്പിൽ തന്നെയാണ് ബൂട്ടിൻ്റെ ഹാൻഡിൽ കൊടുത്തേക്കുന്നത്. ആ ഹാൻഡിൽ നമുക്കൊരു ആരോ കാണാൻ പറ്റും. ആ ആരോയുടെ താഴെ ഒരു ചെറിയ സ്വിച്ച് ഉണ്ട്. ആ സ്വിച്ചിൽ ഞെക്കുമ്പോഴാണ് ബൂട്ട് തുറന്നു വരുന്നത്. 352 ലിറ്റർ ബൂട്ടാണ് ഇതിന് വരുന്നത്. അത്യാവശ്യം വലിയ ബൂട്ടാണ്. 60/40 സ്പ്ലിറ്റ് സീറ്റ്സ് വരുന്നുണ്ട്. ഇതാണ് വണ്ടിയുടെ എൻജിൻ. 1496 cc 3 സിലിണ്ടർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിനാണ് ഇതിൽ വരുന്നത്. 123 bhp പവറും 149 Nm ടോർക്കുമാണ് എൻജിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 3 സിലിണ്ടർ ആയതുകൊണ്ട് സ്റ്റാർട്ടിങ്ങിൽ ചെറിയൊരു വൈബ്രേഷൻ ഉള്ള എൻജിനാണ്. ഓടി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നല്ല സ്മൂത്താണ്. വണ്ടിയുടെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല രസമാണ് വണ്ടി ഓടിക്കാൻ. സ്റ്റിയറിങ് ഒക്കെ പെർഫെക്റ്റ് വെയിറ്റ് ആണ്. നല്ല ഫീല് തരുന്ന സ്റ്റിയറിംഗ് വീലാണ്. സ്റ്റിയറിംഗ് ഫീലിലും സസ്പെൻഷൻ ട്യൂണിങ്ങിലും ഫോർഡിന് വെല്ലുവിളിക്കാൻ വേറെ വണ്ടിയൊന്നുമില്ല. നല്ല റൈഡ് ആൻഡ് ഹാൻഡ്ലിംഗ് ബാലൻസ് ആണ് വണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. എന്നാലും കുറച്ചൊരു സ്റ്റിഫർ സൈഡിലാണ് ഇതിൻ്റെ റൈഡ് വരുന്നത്. ഞാൻ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തത് എല്ലാം നല്ല റോഡിൽ കൂടെ ആയിരുന്നു. അതുകൊണ്ട് റൈഡ് ക്വാളിറ്റിയെക്കുറിച്ച് ഞാൻ മുമ്പ് ഞാൻ എക്കോസ്പോർട്ട് ഓടിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഇതിൽ പറയുകയാണെങ്കിൽ ചെറിയ സ്പീഡിൽ കുഴികളൊക്കെ ഉണ്ടെങ്കിൽ അകത്തൊക്കെ അറിയാൻ പറ്റും. പക്ഷെ നമ്മൾ നല്ല സ്പീഡിൽ പോകുന്ന സമയത്ത് ഹൈവേയിലൊക്കെ റോഡിൽ ചെറിയ അണ്ടുലേഷൻസ് ഒക്കെ ഉണ്ടെങ്കിലും അണീവനായിട്ട് ടാർ ചെയ്ത റോഡിൽ കൂടെയൊക്കെ സ്പീഡിൽ പോകുമ്പോഴും വണ്ടി നല്ല ബോഡി കൺട്രോളാണ്. എല്ലാം വണ്ടി ഫ്ലാറ്റൻ ചെയ്തോളും. നല്ല റൈഡ് ആൻഡ് ഹാൻഡ്ലിംഗ് ബാലൻസ് തന്നെയാണ് വണ്ടി തരുന്നത്. റൈഡ് ക്വാളിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്റ്റിഫർ സൈഡ് ഓഫ് സപ്പിൾ എന്ന് വേണമെങ്കിൽ പറയാം. നല്ല രസമാണ് ഈ വണ്ടി ഓടിക്കാൻ. കാരണം ഇതിൻ്റെ സ്റ്റിയറിംഗ് ഫീലും പിന്നെ ഇത്രയും 200 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വണ്ടിയാണെങ്കിലും അത്രയ്ക്കൊരു ബോഡി റോളൊന്നും നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റില്ല. ബോഡി റോളൊക്കെ വെൽ കൺട്രോൾഡ് ആണ്. പിന്നെ എൻജിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു 3500 RPM കഴിയുമ്പോഴത്തേക്കും എൻജിൻ്റെ സൗണ്ട് കേൾക്കാൻ നല്ല രസമാണ്. നല്ല രീതിക്ക് പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന എൻജിനാണ്. നല്ല ലീനിയർ ആയിട്ടുള്ള എൻജിനാണ്. 0 to 100 എത്താൻ ഈ വണ്ടിക്ക് 11 സെക്കൻഡാണ് വേണ്ടത്. 175 km/h ആണ് ഈ വണ്ടിയുടെ ടോപ്പ് സ്പീഡ്. പിന്നെ ഇതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെ ഗിയർ ബോക്സ് ആണ്. വളരെ കൃത്യതയുള്ള ഗിയർ ബോക്സ് ആണ്. ഷിഫ്റ്റ് ചെയ്യാൻ വളരെ ഷോർട്ട് ത്രോ ഉള്ള ഷിഫ്റ്ററാണ്. ഓരോ ഗിയറും ഷിഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കൊരു റിയഷ്യൂറിങ് ആയിട്ടുള്ള ഫീല് കിട്ടുന്നുണ്ട്. 15.9 km/l ആണ് ഈ വണ്ടിയുടെ മൈലേജ് കമ്പനി പറയുന്നത്.
ARI സ്പെസിഫൈ ചെയ്ത മൈലേജാണ്. പിന്നെ അതിൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ടൈറ്റാനിയം എസിന് 6 എയർ ബാഗ്സ് ആണ് വരുന്നത്. ഫ്രണ്ട് ഡ്യുവൽ എയർ ബാഗ്സും 2 കർട്ടൻ എയർ ബാഗ്സും 2 സൈഡ് എയർ ബാഗ്സും ആണ് വരുന്നത്. പിന്നെ ഫോർഡ് ഈ എൻ്റയർ റേഞ്ചിന് ഒരുപാട് സേഫ്റ്റി ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഞാൻ സ്ക്രീനിൽ കാണിക്കാം. ഏറ്റവും ബേസ് മോഡൽ മുതൽ ഡ്യുവൽ എയർ ബാഗ്സും പാർക്കിംഗ് സെൻസേഴ്സും ഒക്കെ വരുന്നുണ്ട്. അതൊരു വലിയ കാര്യമാണ്. വണ്ടിയെക്കുറിച്ച് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ ഒരു സബ് 4 മീറ്റർ കോമ്പാക്ട് SUV ആണ്. നല്ല സ്പേഷ്യസ് ആണ്, പ്രാക്ടിക്കലാണ്, നല്ല പവറുള്ള എൻജിനാണ്, ഓടിക്കാൻ നല്ല സുഖവുമാണ്. ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത ഈ 1.5 ലിറ്റർ ടൈറ്റാനിയം സ്പോർട്ട്, അതായത് ഫുൾ ഓപ്ഷൻ വേരിയൻറ്റിൻ്റെ ട്രിവാൻഡ്രത്തെ ഓൺ റോഡ് പ്രൈസ് 13,56,000 രൂപയാണ്. ഇതിൻ്റെ എല്ലാ വണ്ടിയുടെയും പ്രൈസ് ലിസ്റ്റ് ഞാൻ സ്ക്രീനിൽ കാണിച്ചേക്കാം. പെട്രോളിന് 5 സ്പീഡ് മാനുവൽ കൂടാതെ ഒരു 6 സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സും വരുന്നുണ്ട്. പിന്നെ ഡീസലിന് ഓട്ടോമാറ്റിക് വരുന്നില്ല, മാനുവൽ മാത്രമേ വരുന്നുള്ളൂ. ഡീസൽ എഞ്ചിൻ്റെ പവർ 100 bhp പവറും 210 Nm ടോർക്കുമാണ് ഡീസൽ എഞ്ചിന് വരുന്നത്. പിന്നെ ഈ വണ്ടി നമുക്ക് ടെസ്റ്റ് ഡ്രൈവിന് വേണ്ടി പ്രൊവൈഡ് ചെയ്തത് ട്രിവാൻഡ്രത്തെ വള്ളക്കടവിലുള്ള കൈരളി മോട്ടോഴ്സാണ്, കൈരളി ഫോർഡ്. അവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ബുക്കിങ്ങിന് വേണ്ടി അവരെ കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ മുമ്പ് ഓടിച്ചിട്ടുണ്ടായിരുന്ന എക്കോസ്പോർട്ടിൻ്റെ റിവ്യൂ മുമ്പ് ഞാൻ ബ്ലോഗ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് താല്പര്യമുള്ളവരൊന്ന് വായിച്ചു നോക്കണം. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഓക്കെ ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ്.